എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് വെച്ച മീൻകറി, മീൻ മുളകിട്ടത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളകിട്ട് വറുക്കുക. കുരുമുളക് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ആണെങ്കിലും നല്ല സൈസുള്ള ചെറിയ ഉള്ളിയായിരുന്നു. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തിരുമിയ തേങ്ങ ഇടുന്നു. ഈ കറിക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരമാണ് തിരുമിയ തേങ്ങ ഇട്ടത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുക്കുക. ഉള്ളിയുടെ പച്ചച്ചുവ മാറുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടി ചേർക്കുമ്പോൾ തീ ലോയിൽ വയ്ക്കണം. ഒരു 2 മിനിറ്റ് വറുത്തിട്ട് തീ ഓഫാക്കാം. ഇനി കറിക്ക് ആവശ്യമായി ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. വറുത്ത് വെച്ചിട്ടുള്ള മസാല തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമില്ലാതെ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം, നല്ല മഷി പോലെ അരയണം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് വഴറ്റുക. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി വഴന്ന് ഈ ഒരു പരുവമാകുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇന്നത്തെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണം, ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി തിള വരുമ്പോൾ ഇതിലേക്ക് വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് കിളിമീനാണ്. ഒരുപാട് ഇളക്കി കൊടുക്കണ്ട, പൊടിഞ്ഞു പോകും. ഈ മസാലയിൽ ഏത് മീൻ വേണോ ചേർത്ത് കറി വയ്ക്കാം. മത്തിയായിരുന്നാലും അയലയായിരുന്നാലും ഏത് മീൻ വേണോ ചേർത്ത് കറി വയ്ക്കാം. കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുണി വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. മീൻ കുറച്ചുകൂടി വേവാനുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് തീ ഓഫാക്കിയിട്ട് 20 മിനിറ്റ് മൂടി വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ.